മറയൂർ ടൗണിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത നേരത്തെ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിലും ടൗണിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും കാട്ടുപോത്ത് ഓടിക്കയറി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ദൃശ്യമാണല്ലോ ഇത്, പറയൂ വിവരങ്ങൾ. SKN കുമ്മിട്ടാംകുഴി ആദിവാസി ഉന്നതിയിലെ കാമാശി, സെൽവി എന്നിവർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മറയൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സാരമുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ കാട്ടുപോത്ത് മറയൂർ ടൗണിൽ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആദ്യം ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുകയായിരുന്നു. അതിന്റെ സെക്രട്ടറിയുടെ ഓഫീസിനുള്ളിൽ കുടുങ്ങിയ കാട്ടുപോത്തിനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി തുരത്തി. അതിന് പിന്നാലെ അതൊരു ഹോട്ടലിൽ കയറി അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കി. അവിടെ നിന്നും തുരത്തി അതൊരു ആദിവാസി ഉന്നതിയിലേക്ക് പോവുകയായിരുന്നു. കുമ്മിട്ടാംകുഴി എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ജോലിക്ക് പോകാൻ വേണ്ടി നിന്നിരുന്ന രണ്ട് സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അവർക്ക് സാരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ കാട്ടുപോത്തിനെ തുരത്താനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. RRT സംഘം ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതൊരു സംശയകരമായ കാര്യമാണ്. കാരണം വലിയ ജനവാസ മേഖലയാണ്. കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വിരണ്ടോടാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏതെങ്കിലും വിധത്തിൽ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് പോവുകയുള്ളൂ. നിലവിൽ എന്തായാലും ഇത് ഒരു സ്ഥലത്ത് നിലവിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നും അതിനെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ആ വനം വകുപ്പിന്റെ അടുത്ത ദൗത്യം. അതിനുള്ള നടപടി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ രണ്ടുപേർക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.